ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐ ആം കാർത്തിക്. ഇപ്പൊ നീയാണ് ഗാഥ. നവീനും ഞാനും തമ്മിലുള്ള വിവാഹശേഷം കാർത്തിക് അവിചാരിതമായി നിന്നെ കണ്ടുമുട്ടുന്നു. ഞാൻ കാർത്തിക് പറയുന്നത് പോലെ പറയാം. അതിന് മറുപടിയായി നീ എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. മടക്കുഞ്ഞ് ഇതെന്താടോ? തന്റെ കയ്യിലിരിക്കുന്നത് മുത്തശ്ശിയുടെ ആഭരണ പെട്ടിയല്ലോ? അതെ സാർ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സംശയം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. കൂടെ നിന്ന് ചതിച്ചത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മടക്കുഞ്ഞ് തന്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശിയുടെ ആഭരണങ്ങൾ താൻ കട്ടോണ്ട് പോയതല്ലേടോ? എന്തൊക്കെ ഈ പറയുന്നേ? ആഭരണങ്ങളൊക്കെ ഒന്നും മിനുക്കണമെന്ന് മുത്തശ്ശിയല്ലേ പറഞ്ഞ് ഏൽപ്പിച്ചത്? ഞാൻ ആരോട് പറഞ്ഞു? നിന്നോട് പറഞ്ഞിരുന്നോ? താനെന്തോടെ എന്നെ നോക്കുന്നേ? ആഭരണ പെട്ടിയുടെ താനല്ലോടെ കൊണ്ടുപോയെ? വിറ്റോ അതോ പണയം വെച്ചോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചാലേ കളരിക്കളിയാണെന്നൊന്നും ഞാൻ നോക്കൂല. എടാ നീ കട്ടോണ്ട് പോയിട്ട് എന്റെ ഭാര്യ കുറ്റം പറയുന്നോടാ. അല്ല നവീനത് വേണം. അങ്ങനെയാണല്ലോ കൊണ്ട് നടന്നത്. നിഴല് പോലെ നടന്നവനെ ചതിച്ച ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം സാറേ. ഞാൻ പറയാം സാറേ. താനൊന്നും പറയണോ? ഇത്ര നേരെ ഇവരുടെ മുന്നില് തന്നെ ഞാൻ ന്യായീകരിക്കായിരുന്നു. ഇനി അതില്ല. താൻ പുറത്തു വയ്ക്കാം. ഇറങ്ങി സാറേ സത്യമല്ല സാറേ. ഞാൻ പറയുന്നത് കേൾക്കുന്നു. പറഞ്ഞു നിനക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട. സാറേ ഞാൻ എല്ലാം പറയും സാറേ. സാറേ സത്യമല്ല സാറേ. നീ ഒന്നും പറയണ്ട. പറഞ്ഞില്ലേ? പോ പോ. ഒന്നും പറയണ്ട. മേലിൽ ഏരിയ കണ്ടുപോരുത്. പെരുങ്കള്ള പോടാ. എന്നാലും ഇവനിതെങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഏട്ടാ, ഇവരൊക്കെ നേട്ടങ്ങള് മാത്രം മുന്നിൽ കണ്ടോണ്ടാ കൂടെ കൂടുന്നത്. നവീൻ അത് മനസ്സിലായില്ല. ആർക്കറിയാം ഇതുപോലെ കമ്പനി ഇന്ന് നിത്യേന കൊള്ളയടിക്കുന്നോന്ന്. മകനെ പോലെ
വിശ്വസിച്ചതാ. എന്നിട്ടും ദാ, മമ്മി ദാ, സിനി ചേച്ചി എവിടെ എന്റെ ആ വേഷം കെട്ടി നടക്കുന്നവള്? കൃഷ്ണയാണോ? ഓ, അവളുടെ പേര് ഞാൻ പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല. അവളെ ഒന്ന് വിളിച്ചേ. എന്താ മോളെ? കുറച്ചു ദിവസമായിട്ട് അവള് വലിയ ഇംഗ്ലീഷ് പഠിക്കലാണല്ലോ. എന്താ അവളുടെ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. കൃഷ്ണ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മാഡം? ഞാനാ വിളിപ്പിച്ച. നീ എന്തോ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അതെനിക്കൊന്ന് ബോധ്യപ്പെടണല്ലോ. എന്തായി ഇവളുടെ ഇംഗ്ലീഷ്? പഠിപ്പിച്ചു വരുന്നതേ ഉള്ളൂ. അതിനിടയില് നവീന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവളെ കണ്ടാലോ? അവര് സംസാരിക്കാൻ ആവശ്യപ്പെട്ടാലോ? നവീന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൃഷ്ണ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ നവീന്റെ ഫ്രണ്ട് ആണെന്ന് കരുത്. എന്റെ പേര് കാർത്തിക്. എന്തിനടി ചിരിക്കുന്നേ? അതെ, മാഡത്തിന് ഈ പേര് ഒട്ടും ചേരുന്നില്ല. കാർത്തിക്കോ? Shut up. കൃഷ്ണ, ഗാഥമോള് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ നോക്കൂ. സി, ഐ ആം കാർത്തിക്. ഇപ്പൊ നീയാണ് ഗാഥ. നവീനും ഞാനും തമ്മിലുള്ള വിവാഹശേഷം കാർത്തിക് അവിചാരിതമായി നിന്നെ കണ്ടുമുട്ടുന്നു. ഞാൻ കാർത്തിക് പറയുന്നത് പോലെ പറയാം. അതിന് മറുപടിയായി നീ എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. ഗാഥ മാഡം, കൃഷ്ണയ്ക്ക് അത്രയ്ക്കൊന്നും പ്രാക്ടീസ് ആയിട്ടില്ല. ആയിടത്തോളം കേക്കാം. നീ റെഡിയല്ലേ? ഇപ്പൊ ഞാൻ കാർത്തിക്. ഹേ ഗാഥ, ഹൗ ആർ യു? Yeah, I am good. How are you? Good. Where is Navin? He is in a meeting with the client right now.